ഹായ് എവരി വൺ. നമ്മളിന്ന് ഫസ്റ്റ് ചാപ്റ്ററിലെ ഫസ്റ്റ് 3 എക്സാമ്പിൾസ് ആണ് പഠിക്കാനായിട്ട് പോകുന്നത്. എക്സാമ്പിൾ 1. റൈറ്റ് ദ സൊല്യൂഷൻ സെറ്റ് ഓഫ് ദി ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 2 ഈസ് ഈക്വൽ ടു 0 ഇൻ റോസ്റ്റർ ഫോം. അതായത് നമുക്ക് തന്നിട്ടുള്ള ഈ ഗിവൺ ഇക്വേഷൻ്റെ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 2 ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇക്വേഷൻ്റെ സൊല്യൂഷനെ റോസ്റ്റർ ഫോമിൽ നമുക്ക് എഴുതണം. നമ്മൾ ഇന്നലെ റോസ്റ്റർ ഫോം എന്താണെന്നുള്ളത് പഠിച്ചു. അതായത് കേളി ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എലമെൻസിനെ കോമ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്ത് എഴുതുന്ന രീതി ആണ് റോസ്റ്റർ ഫോം. തന്നിരിക്കുന്ന ഇക്വേഷൻ ഒരു പോളിനോമിയൽ ഇക്വേഷൻ വിത്ത് ഡിഗ്രി ഇവിടെ എത്രയാണ്? 2 ആണ്. അപ്പോൾ പോളിനോമിയൽ ഇക്വേഷൻ വിത്ത് ഡിഗ്രി 2നെ നമ്മൾ എന്ത് ഇക്വേഷൻ എന്നാണ് പറയുക? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയും. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ജനറൽ ഫോം എന്താ? എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈസ് ഈക്വൽ ടു 0. അപ്പോൾ തന്നിട്ടുള്ള ഈ ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 2 ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. ഇവിടെ എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റ് എ ആണ്, എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് ബി ആണ്, ആൻഡ് കോൺസ്റ്റൻറ്റ് സി ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം, എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റ് ആയിട്ടുള്ള എ ഇവിടെ നമുക്ക് എന്താ തന്നിരിക്കുന്ന ഇക്വേഷനിൽ എ ഈക്വൽ ടു 1, ആൻഡ് എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് ബി ആണ്. ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് ബി വരുന്നത് 1 ആണ്, ആൻഡ് കോൺസ്റ്റൻറ്റ് സി എന്ന് പറയുന്നത് -2 ആണ്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻ കാണാനുള്ള ഫോർമുല നമ്മൾ മുന്നത്തെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. എന്താണത്? എക്സ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓവർ ബി സ്ക്വയർ മൈനസ് 4ac/2a. അതാണ് ആ ഫോർമുല. അപ്പോൾ നമ്മളിവിടെ എയുടെയും ബിയുടെയും സിയുടെ വാല്യൂ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ഈ ഫോർമുലയിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ബിയുടെ വാല്യൂ 1 ആണ്. അപ്പോൾ മൈനസ് ബി എന്ന് പറയുമ്പോൾ -1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓവർ ബിയുടെ വാല്യൂ 1 ആണ്. അപ്പോൾ 1 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എയുടെ വാല്യൂ 1 ആണ്, സിയുടെ വാല്യൂ -2 ആണ്, ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എയുടെ വാല്യൂ 1. നമുക്ക് ഇനി ഇത് സോൾവ് ചെയ്യണം. -1 പ്ലസ് ഓർ മൈനസ് 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1, ദെൻ മൈനസ് ഇൻറ്റു മൈനസ് ബിക്കം പ്ലസ്, ദെൻ 4 ഇൻറ്റു 1 4 ഇൻറ്റു 2 8 ഡിവൈഡഡ് ബൈ 2, which is equal to -1 plus or minus root over 9 divided by 2, which is equal to -1 plus or minus root 9 എന്ന് പറഞ്ഞാൽ 3 ആണ്, ഡിവൈഡഡ് ബൈ 2. അപ്പോൾ എക്സിന് വാല്യൂ വരുന്നത് -1 പ്ലസ് 3/2 ആവാം, അല്ലെങ്കിൽ എക്സിൻ്റെ വാല്യൂ -1 മൈനസ് 3 ഡിവൈഡഡ് ബൈ 2 ആണ്. അപ്പോൾ -1 പ്ലസ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഡിവൈഡഡ് ബൈ 2, ദാറ്റ് ഇസ് എക്സിന് വാല്യൂ വരുന്നത് 1, അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു -1 മൈനസ് 3 എന്ന് പറഞ്ഞാൽ -4 ഡിവൈഡഡ് ബൈ 2, ദാറ്റ് ഇസ് എക്സിൻ്റെ വാല്യൂ -2. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ സൊല്യൂഷൻ സെറ്റിനെ റോസ്റ്റർ ഫോമിൽ എഴുതാൻ നോക്കാം. നമുക്കറിയാം സൊല്യൂഷൻസ് എന്ന് പറയുന്നത് 1ഉം -2 ആണ്. അപ്പോൾ റോസ്റ്റർ ഫോമിൽ എഴുതണമെങ്കിൽ ആദ്യം നമ്മൾ കേളി ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എലമെൻസിനെ കോമ യൂസ് ചെയ്തുകൊണ്ട് സെപ്പറേറ്റ് ചെയ്ത് എഴുതണം. അപ്പോൾ ഇവിടെ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് 1ഉം -2 ആണ്. അപ്പോൾ 1, -2 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. എക്സാമ്പിൾ 2. റൈറ്റ് ദ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ പോസിറ്റീവ് ഇൻറ്റീജർ ആൻഡ് എക്സ് സ്ക്വയർ ലെസ് ദാൻ 40 ഇൻ റോസ്റ്റർ ഫോം. ആദ്യം നമുക്ക് എന്താണ് ഇൻറ്റീജർ എന്ന് നോക്കാം. ഇൻറ്റീജർ എന്ന് പറയുന്ന സെറ്റിനെ നമ്മൾ ക്യാപിറ്റൽ Z വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. ഇൻറ്റീജർ എന്ന് പറയുന്ന സെറ്റിൽ ഏതൊക്കെ നമ്പേഴ്സ് ഉൾപ്പെടും? അതായത് വോൾ നമ്പേഴ്സും ഉൾപ്പെടുന്നുണ്ട്, അതുപോലെ തന്നെ നെഗറ്റീവ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സും ഉൾപ്പെടുന്നുണ്ട്. ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്, ഈ സെറ്റിലുള്ള എക്സുകളുടെ പ്രത്യേകത എന്താ? എക്സ് ഈസ് എ പോസിറ്റീവ് ഇൻറ്റീജർ. -1 -2 -3 വാല്യൂകളൊന്നും ഇതിൽ എക്സിനെ എടുക്കാനായിട്ട് കഴിയില്ല. 0 എന്ന് പറയുന്നത് പോസിറ്റീവോ നെഗറ്റീവോ ആയിട്ടുള്ള നമ്പർ അല്ല. പിന്നെ എക്സ് എടുക്കുന്ന വാല്യൂസ് ഏതൊക്കെയാണ്? 1 2 3 അപ് ടു ഇൻഫിനിറ്റി. ഇതിൽ 2 കണ്ടീഷൻ പറയുന്നുണ്ട്. എക്സ് ഒരു പോസിറ്റീവ് ഇൻറ്റീജറും ആണ്, മാത്രമല്ല എക്സ് സ്ക്വയർ നമ്മൾ നോക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ അത് ലെസ് ദാൻ 40 ആയിരിക്കണം. അങ്ങനെയുള്ള നമ്പേഴ്സാണ് ഈ സെറ്റിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് എന്ന് പറഞ്ഞാൽ 1 2 3 അപ് ടു ഇൻഫിനിറ്റി വരെയുള്ള വാല്യൂസ്. അപ്പോൾ നമുക്ക് നോക്കാം, എക്സിന് ഇപ്പോൾ ഞാൻ 1 എന്നുള്ള വാല്യൂ കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു കണ്ടീഷനും കൂടി ഉണ്ട്, എക്സ് സ്ക്വയർ ലെസ് ദാൻ 40 ആയിരിക്കണം. അതായത് ഇവിടെ 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 1 എപ്പോഴും ലെസ് ദാൻ 40 തന്നെയാണ്. അപ്പോൾ നമുക്ക് ആ സെറ്റിൽ ഏത് എലമെൻറ്റിനെ ഉൾപ്പെടുത്താം? 1 എന്ന് പറയുന്ന എലമെൻ്റ് ഉണ്ട്. പിന്നെ സെക്കൻഡ്, എക്സിന് നമ്മൾ 2 എന്നുള്ള വാല്യൂ കൊടുക്കുകയാണെങ്കിൽ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് 4 ആണ്. 4 ലെസ് ദാൻ 40 തന്നെയാണ്. അപ്പോൾ എക്സിന് 2 എന്നുള്ള വാല്യൂ കൊടുക്കാൻ പറ്റും.
ഇനി എക്സിന് 3 എന്നുള്ള വാല്യൂ കൊടുക്കാൻ പറ്റുമോ നോക്കാം. അപ്പോൾ 3 എന്ന് പറയുന്നത് അതിൻ്റെ സ്ക്വയർ 9 ആണ്. 9ഉം ലെസ് ദാൻ 40 തന്നെയാണ്, 14നും താഴെയാണ് അല്ലേ. പിന്നെ എക്സിന് അപ്പോൾ 3 എന്നുള്ള വാല്യൂ എക്സിന് എടുക്കാൻ പറ്റും. ഇനി എക്സിന് 4 നോക്കി നോക്കൂ. 4ൻ്റെ സ്ക്വയർ 16 ആണ്. 16ഉം ലെസ് ദാൻ 40 തന്നെയാണ്. അപ്പോൾ എക്സിന് 4 എന്നുള്ള വാല്യൂ എടുക്കാൻ കഴിയും. ഇനി എക്സിന് 5 നോക്കുമ്പോൾ 25 ആണ് അല്ലേ എക്സ് സ്ക്വയർ വരുന്നത്. അതും 40ക്ക് താഴെ തന്നെയാണ്. അപ്പോൾ എക്സിന് 5 എന്നുള്ള വാല്യൂ കൊടുക്കാൻ പറ്റും. ഇനി എക്സിന് 6 നോക്കാം. 6ൻ്റെ സ്ക്വയർ 36, അതും ലെസ് ദാൻ 40 ആണ്. അപ്പോൾ എക്സിന് 6 എന്നുള്ള വാല്യൂ എടുക്കാൻ പറ്റും. ഇനി എക്സിന് 7 എടുക്കാൻ പറ്റുമോ നോക്കാം. 7 അപ്പോൾ 7ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 49 ആണ്. അത് 40നേക്കാൾ വലിയ സംഖ്യയാണ്. അതായത് 49 ഗ്രേറ്റർ ദാൻ 40 ആണ്. അപ്പോൾ എക്സിന് 1 മുതൽ 6 വരെയുള്ള വാല്യൂ മാത്രമാണ് എടുക്കാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ ഈ ഒരു സെറ്റിൽ ഏതൊക്കെ എലമെൻറ്റ്സ് ഉണ്ടായിരിക്കുക? 1 2 3 4 5 6. ഇനി നമുക്ക് ഇതിനെ റോസ്റ്റർ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യണം. അപ്പോൾ സെറ്റ് ബിൽഡർ ഫോമിൽ തന്നിട്ടുള്ള ഈ ഒരു സെറ്റിനെ നമുക്ക് എങ്ങനെ റോസ്റ്റർ ഫോമിലോട്ട് എഴുതാൻ നോക്കാം. നമുക്കറിയാം ആ സെറ്റിൽ 1 മുതൽ 6 വരെയുള്ള നമ്പേഴ്സാണ് ഉള്ളത്. അപ്പോൾ റോസ്റ്റർ ഫോമിൽ എഴുതണമെങ്കിൽ കേളി ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ആ നമ്പേഴ്സിനെ കോമ യൂസ് ചെയ്തുകൊണ്ട് സെപ്പറേറ്റ് ചെയ്ത് എഴുതണം. അപ്പോൾ 1, 2, 3, 4, 5, 6. Example 3. Write the set A is equal to 1, 4, 9, 16, 25, etc. in set builder form. നമ്മളൊരു സെറ്റിനെ എങ്ങനെയാണ് സെറ്റ് ബിൽഡർ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുക? അതിലെ എല്ലാ എലമെൻസിനെയും ഇംഗ്ലീഷ് ആൽഫബറ്റിൽ ഏതെങ്കിലും ഒരു ലെറ്റർ ഉപയോഗിച്ച് ഡിനോട്ട് ചെയ്യും. എന്നിട്ട് ഇതിലുള്ള എല്ലാ എലമെൻസിൻ്റെയും പ്രോപ്പർട്ടി നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യും. നാച്ചുറൽ നമ്പർ ഈസ് ദ സെറ്റ് ഓഫ് ഓൾ നമ്പേഴ്സ് ഫ്രം 1 to 3 അപ് ടു ഇൻഫിനിറ്റി. ഇവിടെ 1ൻ്റെ സ്ക്വയർ എന്താണ്? 1. ഇനി 2ൻ്റെ സ്ക്വയർ എന്താണെന്ന് നോക്കാം. 2ൻ്റെ സ്ക്വയർ 4, 3ൻ്റെ സ്ക്വയർ 9, 4ൻ്റെ സ്ക്വയർ 16, 5ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 25. അപ്പോൾ നമ്മൾ ഈ നമ്പറുകൾ നോക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1, 4, 9, 16, 25, അതായത് ആ നമ്പേഴ്സാണ് നമ്മുടെ സെറ്റ് എയിലുള്ളത്. അപ്പം നമുക്ക് പറയാം നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയറുകളാണ് ഈ തന്നിട്ടുള്ള സെറ്റിൽ ഉള്ളത്. അപ്പോൾ അതിന് നമുക്ക് എങ്ങനെ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതാൻ പറ്റും? അപ്പോൾ എ എന്ന് പറയുന്ന സെറ്റിനെ നമുക്ക് സെറ്റ് ബിൽഡർ ഫോമിലോട്ട് എഴുതണം. സെറ്റ് ബിൽഡർ ഫോമിലോട്ട് എഴുതുമ്പോൾ നമ്മൾ ആദ്യം കേളി ബ്രാക്കറ്റ് ഇടുന്നു. എന്നിട്ട് ഇംഗ്ലീഷ് ആൽഫബറ്റിൽ ഏതെങ്കിലും ഒരു ലെറ്റർ എടുക്കുന്നു. എക്സ് എടുത്തു. ഇനി ഈ നമ്പേഴ്സിൻ്റെ പ്രത്യേകത നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യണം. അതായത് ഈ നമ്പേഴ്സ് എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയറുകളാണ്. അതായത് എക്സ് ഈസ് ദ സ്ക്വയർ ഓഫ് നാച്ചുറൽ നമ്പർ. ഇങ്ങനെയാണ് നമ്മൾ റോസ്റ്റർ ഫോമിൽ തന്നിട്ടുള്ള എനെ സെറ്റ് ബിൽഡർ ഫോമിലോട്ട് മാറ്റുന്നത്. സെറ്റ് ബിൽഡർ ഫോമിൽ നമുക്ക് ഈ സെറ്റ് എനെ മറ്റൊരു രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് ഈക്വൽ ടു എൻ സ്ക്വയർ വേർ എൻ ബിലോങ്സ് ടു എൻ. അതായത് ഈ സെറ്റ് എയിലുള്ള എലമെൻസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എക്സ് ഇസ് ഈക്വൽ ടു എൻ സ്ക്വയർ. അതായത് ഒരു സ്ക്വയർ നമ്പേഴ്സാണ്. എങ്ങനെയുള്ള നമ്പേഴ്സാണ്? ഈ എൻ എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പറിലുള്ള എലമെൻറ്റ്സ് ആണ്. അതായത് ഈ സ്മോൾ ലെറ്റർ എൻ എടുക്കുന്ന വാല്യൂസ് ഏതൊക്കെയാണ്? 1, 2, 3 അപ് ടു ഇൻഫിനിറ്റി. അങ്ങനെയുള്ള ആ സ്മോൾ ലെറ്റർ എന്നിൻ്റെ സ്ക്വയേഴ്സ്, അതായത് 1 സ്ക്വയർ, 2 സ്ക്വയർ, 3 സ്ക്വയർ, അങ്ങനെയുള്ള വാല്യൂസുകളാണ് ഈ സെറ്റ് എയിലുള്ളത്. ഈ രീതിയിലും നമുക്ക് സെറ്റ് എയിനെ റെപ്രസെൻറ്റ് ചെയ്യാം.